നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ ലോണിനെ കുറിച്ചാണ്. വിദ്യാഭ്യാസ ലോൺ എങ്ങനെയാണ് പെട്ടെന്ന് അടച്ചു തീർക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. എന്താണ് വിദ്യാഭ്യാസ ലോൺ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്റ്റുഡൻസ് ആയാലും പാരന്റ്സ് ആയാലും വളരെ സ്ട്രെസ്ഫുൾ ആയി കാണുന്ന ഒന്നാണ് വിദ്യാഭ്യാസ ലോൺ. ഇന്ന് ധാരാളം വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തു പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു. ഇതിനൊക്കെ അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് വിദ്യാഭ്യാസ ലോണിനെയാണ്. കാരണം ലക്ഷങ്ങൾ വരുന്ന ഫീസ് കൊടുക്കാൻ, നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു വിദ്യാഭ്യാസ ലോണിനായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലോൺ എടുത്ത കാലഘട്ടത്തിൽ അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ലെങ്കിലും ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ തൊട്ട് നമ്മൾ ഇത് അടക്കാൻ തുടങ്ങുന്നു എന്നൊരു പ്രോസസ്സ് വരുന്ന സമയത്ത് അവിടെയാണ് അതിന്റെ യഥാർത്ഥ ബേർഡൻ നമ്മൾ അറിയാൻ തുടങ്ങുന്നത്. കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഒരുപാട് കാലത്തേക്കുള്ള ഒരു ലോണായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്കുള്ള ഒരു ബാധ്യതയായിട്ട് വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ പാരന്റ്സിന് ഈ ഒരു വിദ്യാഭ്യാസ ലോൺ ആയി മാറുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രാക്ടിക്കലായിട്ടും ലീഗലായിട്ടും എങ്ങനെയാണ് വിദ്യാഭ്യാസ വായ്പ എളുപ്പത്തിൽ അടച്ചു തീർക്കുന്നത്, അല്ലെങ്കിൽ വേഗത്തിൽ അടച്ചു തീർക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു വിദ്യാഭ്യാസ ലോൺ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയോ ലോൺ എടുക്കാനുള്ള പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണം. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ ലോൺ നേരത്തെ അടച്ചു തീർക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് യുവർ എഡ്യൂക്കേഷൻ ലോൺ. നിങ്ങളുടെ വിദ്യാഭ്യാസ ലോണിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. എത്രയാണ് വിദ്യാഭ്യാസ ലോൺ എടുത്തത്, അതുപോലെ തന്നെ ബാങ്ക് ചെലുത്തുന്ന പലിശ നിരക്ക് എത്രയാണ്, അതുപോലെ മൊറട്ടോറിയം പീരീഡ് എത്രയാണ്. അതായത് EMI വേണ്ടാത്ത ആ ഒരു പീരീഡ് ഉണ്ടല്ലോ. വിദ്യാഭ്യാസ വായ്പ എടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ചിലപ്പോൾ ആദ്യത്തെ ഒരു വർഷം അടയ്ക്കേണ്ടതായിട്ടുണ്ടാവില്ല. ഇത് ഡിപ്പെൻസ് ആണ്, ഓരോ ബാങ്കിനെയും അനുസൃതമാക്കിയിരിക്കും ഈ മൊറട്ടോറിയം പീരീഡ് എത്രയാണ് എന്നുള്ളത്. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലോണിന്റെ കാലയളവ്, ലോൺ ടെന്യൂർ എത്രയാണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കൂടാതെ EMI എമൗണ്ട് എത്രയാണ്, പ്രതിമാസം എത്രയാണ് ഈ ലോണിലേക്ക് അടയ്ക്കേണ്ടത്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കോമ്പോണന്റ്, പലിശ നിരക്ക് എത്രയാണ് വരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആളുകളും വിദ്യാഭ്യാസ വായ്പ തിരിച്ചടക്കുന്നത്, അത് എങ്ങനെയാണ് അതിന്റെ പലിശ വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വലിയ ധാരണയില്ലാതെയാണ്. അതായത് വിദ്യാഭ്യാസ ലോണിന്റെ കാര്യത്തിൽ പലിശ നിരക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ വിദ്യാഭ്യാസ വായ്പ എടുത്തു കഴിഞ്ഞ് നിങ്ങളുടെ കോഴ്സ് നടക്കുന്ന കാലഘട്ടത്തിലും, അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞുള്ള മൊറട്ടോറിയം പീരീഡിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു മൊറട്ടോറിയം പീരീഡിന്റെ സമയത്തും അവിടെ പലിശ നിരക്ക് ചെലുത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പ നേരത്തെ അടച്ചു തീർത്താൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലിശ നിരക്കിൽ വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാവും എന്നുള്ളതാണ്. അതുകൂടാതെ നിങ്ങളുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ആവും. മാത്രമല്ല, ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം, ഈ ഒരു വായ്പ കാരണം നമുക്കുണ്ടാകുന്ന ഒരു തലവേദനയുണ്ട്. വിദ്യാഭ്യാസ വായ്പ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടിയത് തിരിച്ചടക്കുന്ന ആ ഒരു കാലയളവിൽ ഉണ്ടാകുന്ന ഒരു ബേർഡൻ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സ്ട്രെസ് നമുക്ക് എളുപ്പത്തിൽ മാറി കിട്ടും. മാത്രമല്ല, വിദ്യാഭ്യാസ ലോൺ പെട്ടെന്ന് അടച്ചു തീർത്താൽ വേറെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത്, ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ലോൺ എടുക്കുന്ന സമയത്ത് അത് നമ്മളെ സഹായിക്കും. അതായത് നമ്മൾ നേരത്തെ അടച്ചു തീർത്തു, അത് നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കുന്നു, നമ്മുടെ സിബിൽ സ്കോറിനെ പോസിറ്റീവായി ബാധിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള എലമെന്റ്സ് ഒക്കെ വരുന്നത് വഴി ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ലോൺ ആവശ്യമായിട്ട് വന്നാൽ അത് ലഭിക്കുന്നത് കുറച്ചുകൂടെ ഈസി ആവും എന്നുള്ളതും വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ പാനിക് ആവണം, എത്രയും പെട്ടെന്ന് വായ്പ അടച്ചു തീർക്കണം, അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങളുടെ വിദ്യാഭ്യാസ വായ്പ അടച്ചു തീർക്കുന്നതിൽ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലോണിൽ ഒരുപാട് ലാഭിക്കാനും, അതുപോലെ തന്നെ ഒരുപാട് കാലം നിങ്ങൾക്ക് സേവ് ചെയ്യാനും സാധ്യമാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ലോൺ നേരത്തെ അടച്ചു തീർക്കാനുള്ള ചില സ്ട്രാറ്റജികളാണ്. എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് വിദ്യാഭ്യാസ വായ്പ അടച്ചു തീർക്കാൻ പറ്റുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൊറട്ടോറിയം പീരീഡിൽ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ വായ്പയുടെ പലിശയെങ്കിലും അടച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പ എടുത്തു കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 6 മാസമോ ഒരു വർഷമോ അത് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു മൊറട്ടോറിയം പീരീഡ് നമുക്ക് ലഭിക്കും. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ EMI അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. പക്ഷെ പലിശ അവിടെ കോമ്പൗണ്ടിങ് ആണ്, പലിശ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം നിങ്ങൾക്ക് അടക്കാൻ സാധ്യമാവുമെങ്കിൽ അത് വലിയ ഒരു മെച്ചം തന്നെയായിരിക്കും. കാരണം ഭാവിയിൽ ഒരു വലിയ ബേർഡൻ ഒഴിവാകുന്നതിൽ നിന്നും അത് നിങ്ങളെ സഹായിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണോ വായ്പ എടുത്തത് ആ ബാങ്കിനെ നിങ്ങൾ സമീപിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. മൊറട്ടോറിയം പീരീഡിൽ തന്നെ നമ്മൾ പലിശ നിരക്കെങ്കിലും അടച്ചു തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ അടയ്ക്കേണ്ട EMI ഗ്രാജുവലി കൂട്ടി വരിക. നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ 6 മാസം കൂടുന്തോറും, അല്ലെങ്കിൽ 12 മാസം കൂടുന്തോറും അടക്കുന്ന EMIയിൽ ചെറിയൊരു വർധനവ് നിങ്ങൾ വരുത്തുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പ്രതിമാസ EMI 7000 രൂപയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ അത് 8000 രൂപയാക്കി നിങ്ങൾ അടച്ചു കൊടുക്കുക. പ്രതിമാസം വെറും 500 1000 രൂപയോ
എക്സ്ട്രാ അടച്ചാൽ പോലും അത് വലിയ വ്യത്യാസം തന്നെ ഇതിൽ വരുത്തും. മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സാധ്യമാവുന്ന സമയത്തൊക്കെ പാർട്ട് പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇൻസെന്റീവ് കിട്ടാം, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ബോണസ് കിട്ടാം, മറ്റേതെങ്കിലും എക്സ്ട്രാ വരുമാനം നമുക്ക് കിട്ടിയാൽ ആ എമൗണ്ട് നിങ്ങൾ ഈ ഒരു വായ്പയിലേക്ക് അടക്കുക. പാർട്ട് പേയ്മെന്റ് നടത്തുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിൽ കുറവ് വരുത്താൻ നമ്മളെ സഹായിക്കുന്നു. പ്രിൻസിപ്പൽ എമൗണ്ട് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പലിശ നിരക്കും കുറയുന്നു. ഈ ഒരു പാർട്ട് പേയ്മെന്റ് നിങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബാങ്കുമായി ചെക്ക് ചെയ്യുക. അതായത് പാർട്ട് പേയ്മെന്റ് ഈ ബാങ്കിൽ അവൈലബിൾ ആണോ, നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത് ആ ബാങ്കുമായി നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പാർട്ട് പേയ്മെന്റിന് ഏതെങ്കിലും തരത്തിലുള്ള ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ. സ്വാഭാവികമായിട്ടും ജനറൽ കേസിൽ പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ ലോണിന് സാധാരണ അങ്ങനെ പാർട്ട് പേയ്മെന്റ് ചാർജസ് വരാറില്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ ബാങ്കുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത് അവിടെ പോയി ചോദിക്കുക. പാർട്ട് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ചാർജ് വരാൻ സാധ്യതയുണ്ടോ, ഈടാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം അവരുമായിട്ട് അന്വേഷിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ ലോണുമായി ബന്ധപ്പെട്ട സ്കീമുണ്ട്. അതിൽ നിന്നും സഹായം ലഭിക്കുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കും. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സ്കീം എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്കീം ആയതുകൊണ്ട് തന്നെ അതിൽ വ്യത്യാസങ്ങൾ വരാം, അതിൽ മാറ്റങ്ങൾ വരാം. സോ നിങ്ങൾ എപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും ആ സ്കീമിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. വിദ്യാഭ്യാസ ലോൺ എടുത്ത് അത് തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാനായിട്ട് ഒരു കേരള ഗവൺമെന്റ് സ്കീം അവൈലബിൾ ആണ്. അതാണ് കേരള സ്റ്റുഡന്റ് ലോൺ റീപേയ്മെന്റ് സപ്പോർട്ട് സ്കീം അഥവാ KSLRSS. അതുപോലെ തന്നെ വരുമാനത്തിന്റെ കാറ്റഗറിയെ അടിസ്ഥാനപ്പെടുത്തി ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീമും അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള സ്കീമുകൾക്ക് യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉണ്ടായേക്കാം. സ്കീമുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഒഫീഷ്യൽ ഗവൺമെന്റ് വെബ്സൈറ്റ് സന്ദർശിക്കുക. എഡ്യൂക്കേഷൻ ലോൺ വേഗത്തിൽ അടച്ചു തീർക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുക. എപ്പോഴാണ് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ലോൺ മറ്റൊരു ബാങ്കിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ നിങ്ങൾ അവൈൽ ചെയ്യുക. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത് A എന്ന് പറയുന്ന ഒരു ബാങ്കിൽ നിന്നാണ് എന്നിരിക്കട്ടെ. ഈ A എന്ന് പറയുന്ന ബാങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിൽ ലഭിക്കുന്ന പലിശ നിരക്ക് 10% ആണെങ്കിൽ നിങ്ങൾ B എന്ന് പറയുന്ന ബാങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് അവർ പറയുന്നു എഡ്യൂക്കേഷൻ ലോണിന് ഇവിടെ 5% മാത്രമേ പലിശയുള്ളൂ എന്ന് അവർ പറയുന്നു എന്നിരിക്കട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബാലൻസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സൗകര്യം ഉപയോഗിക്കാം. അതായത് ഇവിടെ ഒരു ലോൺ നിങ്ങൾക്ക് ഇവിടേക്ക് മാറ്റാനുള്ള A എന്ന് പറയുന്ന ബാങ്കിൽ നിന്നും B എന്ന് പറയുന്ന ബാങ്കിലേക്ക് അതിന്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബാക്കി ലോൺ ഈ ഒരു പലിശ നിരക്കിൽ അടച്ചാൽ മതി, 10% പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല, 5% കൊടുത്താൽ മതി എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താം. ഇത് EMI കുറക്കാനും അതുപോലെ തന്നെ പലിശ നിരക്കിൽ ഒരുപാട് പണം ലാഭിക്കാനും സഹായിക്കും. പക്ഷേ ഈ ഒരു ബാലൻസ് ട്രാൻസ്ഫറിനായി നിങ്ങൾ സമീപിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പരിശോധിക്കുക ഏത് ബാങ്കിൽ എത്രയാണ് പലിശ കൊടുക്കുന്നത്, അത് എനിക്ക് ഉപകാരപ്പെടുമോ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് വിദ്യാഭ്യാസ വായ്പ തിരിച്ചടക്കാനുള്ള വ്യഗ്രതയിൽ സംഭവിക്കുന്ന ചില കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൊറട്ടോറിയം പീരീഡിൽ പലിശ നിരക്കിനെ അവോയ്ഡ് ചെയ്യുക. അതായത് മൊറട്ടോറിയം പീരീഡിൽ ഒരു എമൗണ്ട് പോലും ബാങ്കിന് അടക്കാതെ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ള കാര്യം വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊറട്ടോറിയം പീരീഡിൽ പലിശ നിരക്കെങ്കിലും അടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലോണിന്റെ കാലാവധി മാക്സിമം കൂട്ടി ചോദിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട് പൊതുവെ. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടാതെ പലപ്പോഴും സംഭവിക്കുന്നത് EMI അടക്കുന്നത് മിസ്സാവുക. അത് സിവിൽ സ്കോറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ എല്ലാ മാസവും വളരെ കൃത്യമായിട്ട് EMI അടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല ഗവൺമെന്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ധാരാളം അവൈലബിൾ ആണ്. വിദ്യാഭ്യാസ വായ്പ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാനായിട്ട് ഒരുപാട് സർക്കാർ സ്കീമുകളുണ്ട്. അത്തരത്തിലുള്ള സ്കീമുകൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ഡിസിപ്ലിനും നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വിദ്യാഭ്യാസ ലോൺ എങ്ങനെയാണ് അടച്ചു തീർക്കേണ്ടത്, അത് അടച്ചു തീർക്കാനുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവരിലേക്ക് നിങ്ങൾ എത്തിക്കണം. കാരണം അവർക്ക് ഉപകാരപ്പെടട്ടെ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ബോസോല മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.